ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണേ വൈകുന്നേരം. അപ്പോൾ ഇതാണ് നമ്മുടെ പറമ്പ്. അപ്പോൾ അവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് മാവ് കാണിച്ചു തരാം. മാവേൽ ദേ 1-2 മാങ്ങയൊക്കെ ഉള്ളൂ. ഇതൊരെണ്ണം. പിന്നെ ദേ ഇവിടെ 3-4 നിൽപ്പുണ്ട്. 2-3 മാങ്ങയുണ്ട്. നല്ല മാങ്ങയാണ്. ഇതുണ്ടായി വരുന്നുള്ളൂ. ഇത് ഇച്ചിരിയും കൂടെ വലുതാവുന്ന സൈസാണ്. ഇച്ചിരി വലുതാവുന്ന മാങ്ങയാണ്. അപ്പോൾ നമ്മളത് വലുതായി കഴിയുമ്പം പറിച്ച് കറി വയ്ക്കും, അല്ലെങ്കിൽ പഴുപ്പിക്കും, അല്ലെങ്കിൽ അച്ചാറിടും. അങ്ങനെയൊക്കെ ചെയ്യും. ഇത് കാശി ഇതിൽ നടപ്പുണ്ടേ. ഇനി ഇതെവിടെയായിട്ടൊരു ചെറിയ പേര നിൽപ്പുണ്ട്. ആ പേരയിൽ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരയ്ക്കയാണ്. വലിയ പേരയ്ക്കയല്ല, മീഡിയം സൈസ് പേരയ്ക്കയല്ല, ചെറിയൊരു പേരയ്ക്ക. കാണിച്ചു തരാം. ഇത് ചെറിയ ചെറിയ പേരയ്ക്ക. ഇത് ഒരു ഇച്ചിരിയും കൂടെ സൈസേ വരുള്ളൂ. ഇച്ചിരി വലിയ സൈസും കൂടെ ആവുള്ളൂ. വലിയ വലിപ്പമൊന്നുമില്ല. അത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അവിടെ നിൽപ്പുണ്ട്. വേറെ കാണിച്ചു തരാം. കൊല കുത്തി ഉണ്ടായേക്കുവാണ്. ഇത് ചെറിയ സൈസായിട്ടുള്ള പേരയ്ക്കയാണ്. അത് ഇത്രയും സൈസേ വരുള്ളൂ. പേരയ്ക്ക ഇനി ഒരു ഇച്ചിരിയും കൂടെ സൈസാകുമ്പോഴത്തേക്കും അത് മൂക്കും. ഇത് ഇച്ചിരി പിഞ്ചാണ്. അപ്പോൾ ഒന്നും കൂടി മൂത്ത് കഴിയുമ്പോൾ നമ്മളത് പറിച്ച് തിന്നും. അതേ കൊമ്പയിലൊരു ചെറിയൊരു പഴം കിടപ്പുണ്ട്. ഇതിന് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഇതവിടെ ചെറിയൊരു പേരയ്ക്ക. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇവിടെ ചെറിയൊരു ആര്യവേപ്പ് നിൽപ്പുണ്ട്. ഇത് ആര്യവേപ്പ്, ചെറിയൊരു മരം ആര്യവേപ്പിൻ്റെ. ആര്യവേപ്പിൻ്റെ ഇല നമുക്ക് താളിയൊക്കെ അരയ്ക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. തലയിൽ ചൊറിച്ചിലൊക്കെ മാറി കിട്ടാനായിട്ട് ആര്യവേപ്പിൻ്റെ ഇല നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാം വാഴയാണ്. അവിടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെ നിൽക്കുന്നത് മൊത്തം വാഴയാണ്. ഇത് ഫുള്ള് വാഴയാണ്. ആണോ? ഇനി നമുക്ക് കാണിച്ചു തരാനുള്ളത് പിന്നെ വേറൊരു മാവുണ്ട്. ഒരു ചെറിയ മാവ്. ഇതൊരു ചെറിയ മാവ്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു ചാമ്പയുണ്ട്. ഇത് പനിനീർ ചാമ്പയാണ്. ഇത് പനിനീർ ചാമ്പയാണ്. നോക്കട്ടെ, പുളിയുണ്ടോ, മധുരമുണ്ടോ? നല്ല കമ്പി ഇട്ടുകൊണ്ട് കടിക്കാൻ പറ്റില്ല. ഇങ്ങനെയേ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കാശിക്ക് കൊടുത്താലോ. പിന്നെ ഈ ചാമ്പയിൽ മുട്ട ഉണ്ടാവുന്നുള്ളേ. ഇതുണ്ടോ, പൂവിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇവിടെ 3-4 കൊല ഉണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ ഈ മുകളിലുണ്ട്. നമുക്കത് പറിച്ചെടുത്താലോ. ഞങ്ങൾ അങ്ങോട്ടൊന്നും വരാറില്ലാത്തതായിരുന്നേ. ഇവിടെയൊക്കെ ഉണ്ട്. ഇത് പനിനീർ ചാമ്പ ആയതുകൊണ്ട് കുഞ്ഞു കുറ്റിയായിട്ടാണ് ഉണ്ടാകുന്നത്. ഇത് പൊക്കം വയ്ക്കില്ലാത്ത ചാമ്പയത്. ഇവിടെയൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ പറിച്ചെടുക്കാം. പറിച്ചെടുത്തു. നമുക്കിനി തിരിച്ചു പോകാം. ബാ, തിരിച്ചു പോകാം. ബാ. അപ്പോൾ ഇത്രയും ചാമ്പങ്ങ കിട്ടിയിട്ടുണ്ട്. കാശി വാ, അതിൻ്റെ ഇടയ്ക്കുന്ന് വാ. ബാ. ഇതുണ്ട്, ഇത്രയും ചാമ്പങ്ങ കിട്ടിയില്ല. നമുക്ക് വേണോ? കാശി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പിന്നെ വന്നിട്ട് കാണിക്കാനുള്ളത് ചെറിയൊരു മുരിങ്ങയാണേ. ഇത് കണ്ടോ, ചെറിയൊരു മുരിങ്ങ. ഒത്തിരി വണ്ണം ഇല്ലാത്തത്. അതേ കുറേ മുരിങ്ങക്കോലുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഒരു സെക്ഷൻ പറിച്ചു. ചക്കക്കുരുമാങ്ങയും വയ്ക്കാനായിട്ട് പറിച്ചു. മുരിങ്ങക്കോല് വെച്ച് ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ഉണ്ടായി വരുന്നുള്ളൂ ഒരു സെക്ഷൻ.
ഇതിൻ്റെ മുകളിലേക്കുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇതിനി പറിക്കാറായിട്ടുണ്ട്, നമ്മൾ കറി വെക്കാൻ നേരത്ത് പറിക്കും. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു പ്ലാവുണ്ട്. ഇവിടെ ഒരു പ്ലാവുണ്ട്, ഇതുണ്ട്. പ്ലാവിലുണ്ടായി വരുന്നുള്ളൂ ചക്ക. പിന്നെ വന്നിട്ട് ഒരു റംബൂട്ടാനാണ്. ഇങ്ങോട്ട് പിന്നെ ഭയങ്കര കാറ്റുള്ള ഒരു ഏരിയയാണ്, നല്ല കാറ്റാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു റംബൂട്ടാൻ്റെ വലിയൊരു മരമുണ്ട്. അത് റംബൂട്ടാൻ അത് ഉണ്ടോ, പൂത്ത് നിൽക്കുന്നുള്ളൂ. റംബൂട്ടാൻ ഉണ്ടാവുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കാശി നമ്മൾ റംബൂട്ടാൻ പറിച്ച് കഴിക്കാറില്ല ഇവിടുന്ന്. കുരു ആണോ? ആ, മഴ പെയ്യുമ്പോഴാ, മഴയുടെ സീസണിലാണ് കുറെ ഉണ്ടാകുന്നത്. ജൂൺ ജൂലൈ ഒക്കെ ആവുമ്പോൾ കുറെ ഉണ്ടാവും. ഉണ്ടാവും ആണോ? ആ, മുകളിലും ഉണ്ടാവുമ്പോ നിങ്ങളെ കാണിച്ചു തരാവേ. ആണോ? പിന്നെ നമ്മുടെ ഇവിടെ കുറെ വാഴ ഒടിഞ്ഞ് ചാടി കിടപ്പുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. കുറെ മാവ്, പ്ലാവ്, തെങ്ങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു ഇവിടെ. കുറെ വാഴയും. വാ കാശി വാ. പിന്നെ നമ്മുടെ മുറ്റത്ത് കുറേ സാധനങ്ങളുണ്ട്, പ്ലാവ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ വീടിൻ്റെ മുറ്റത്ത് വന്നു, അവിടെ റംബൂട്ടാനുണ്ട്. ഇത് ഒരു ചെറിയ റംബൂട്ടാൻ, അത്തേലും പൂത്തിട്ടുണ്ട്. അതാവുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു പ്ലാവ്, ഇതിൻ്റെ മുകളിലേക്ക് ചക്കയെല്ലാം മൂത്ത് കിടക്കുന്ന അല്ലേ. കാശി ചക്കയും കൊണ്ട് എന്താ ചെയ്യണേ? ചക്ക മുറിച്ചിട്ട് എന്താ ചെയ്യുന്നേ? എങ്ങനെയാ ചെയ്യുന്നേ? വറുത്തും പിന്നെ ഉപ്പിട്ടോ? പിന്നെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഒരു ചാമ്പമരം ഉണ്ടേ, അതൊക്കെ പൂത്ത് വന്നിട്ടേ ഉള്ളൂ, പൂക്കുന്നുള്ളൂ അതൊക്കെ. പിന്നെ അടുത്തത് ഇവിടെ ഒരു പേരക്കയൊക്കെ എനിക്കുന്നു. പേരക്ക കുറച്ച് പേരക്കൊക്കെ ആയിട്ടുള്ളൂ. ഒരു പ്ലാവും കൂടെ ഉണ്ട്. ഇതിൻ്റെ താഴെ മുതൽ മോള് വരെ ചക്ക ഉണ്ടാകുന്നതാണ്. താഴെയൊക്കെ ചക്ക ഉണ്ടാകുന്ന നമ്മളതിട്ട് പുഴുങ്ങി വറുത്തു അങ്ങനെയൊക്കെ. പിന്നെ അത് ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം നിൽപ്പുണ്ട്, അതാണ് ബാലൻസ് ഉള്ളത്. നമുക്ക് കപ്പളങ്ങ 2 കപ്പളമുണ്ട്. ഇതൊന്ന്, പിന്നെ വന്നിട്ട് ഇതൊന്ന്. അതിലൊരെണ്ണം കപ്പളങ്ങ പഴുത്തിട്ടുണ്ട്. നാളത്തേക്ക് ആവും. അപ്പോൾ അത് പഴുക്കാൻ വേണ്ടി വെച്ചേക്കുക. പിന്നെ ഇത് ഒരെണ്ണം വവ്വാലൊക്കെ കൊത്താതെ മൂടി വെച്ചേക്കുക. അപ്പം ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ വാഴയുണ്ട്, താഴെയും വാഴയുണ്ട്, വാഴക്കൊല. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ. കാശി ടാറ്റ കൊടുത്തേ. ബൈ.